ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു കിഡിലെ വാൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇയർബഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ ഒരു കേക്ക് ബോർഡാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കേക്ക് ബോർഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്ക് ബോർഡ് മുഴുവനായിട്ടും ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ 2:1 റേഷ്യോയിൽ ഒന്നിങ്ങനെ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫെവിക്കോൾ ഒന്നിങ്ങനെ ഈ ഒരു ബോർഡിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ആ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഞാനൊന്ന് വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ, ഒരുപാട് ഇങ്ങനെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിൽ ഒരു പിങ്ക് കളറൊന്നും ഞാനിപ്പോൾ പ്രത്യേകിച്ച് പെയിൻറ്റ് ചെയ്തതൊന്നുമല്ല. അപ്പോൾ ആ ഒരു ടിഷ്യൂ പേപ്പർ ഞാനിങ്ങനെ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് ഇങ്ങനെ തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പറൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്യാം, കാരണം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇയർബഡ്സ് ആണ്. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ ക്വാളിറ്റിയുള്ള ടൈപ്പ് ഒന്നല്ല, ഇങ്ങനെ റേറ്റൊക്കെ കുറഞ്ഞുള്ള ടൈപ്പാണ്, ഇങ്ങനെ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇങ്ങനെ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ നേർ പകുതിയാക്കിയിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഞാനിവിടെ കുറച്ചധികം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ ആ ഒരു ബഡ്സ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മളിങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ ബഡ്സ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു പ്ലസിൻ്റെ ഒരു മോഡലാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു 4 ട്രയാങ്കിൾ പോലെ കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ ട്രയാങ്കിളിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഓരോ ബഡ്സിൻ്റെ പീസ് ചെയ്തതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓരോന്നിൻ്റെ നടുക്ക്, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു റൗണ്ടായിട്ടൊരു ഫ്ലവർ പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ക്രിസ്മസിന് ഇങ്ങനെ കാണുന്ന ഒരു സ്നോ ഫ്ലേക്സിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു രീതിയിൽ നമ്മൾ ആദ്യം ഒട്ടിക്കുന്നതൊക്കെ കുറച്ച് വലുതും പിന്നെ അതിൻ്റെ നടുക്കുള്ളതൊക്കെ കുറച്ച് ചെറിയ പീസായിട്ട്, അപ്പോൾ അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചെറിയ പീസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ചൊന്നിങ്ങനെ അതിൻ്റെ ഒരു പിങ്ക് ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയൊരു സൈസാക്കിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ ഒരേ സൈസിലുള്ളത് ഇങ്ങനെ റൗണ്ടായിട്ട് ഒട്ടിക്കുമ്പോൾ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വലുതും ചെറുതുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കുറച്ചും കൂടി ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു റൗണ്ടും കൂടെ ആയിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിനെ പോലെ കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് 2-3 ഫ്ലവറും കൂടി ഇതിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു വലിയൊരു ഫ്ലവർ ഈ ഒരു ടൈപ്പിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ഒരു ചെറിയ സൈസിലുള്ള ഒരു ഫ്ലവറും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസിനോ അല്ലെങ്കിൽ ആ ഒരു കേക്കിൻ്റെ ബോർഡിനൊക്കെ സൈസിന് പാകമായിട്ട് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ ഒരു വലിയ ടൈപ്പ് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു 2 വലിയ ഫ്ലവറും പിന്നെ ഒരു കുഞ്ഞു ഫ്ലവറുമാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിവിടെ ഫ്ലവറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബാംബൂ സ്ക്യൂബേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഈ ഒരു ഫ്ലവറിന് ഇങ്ങനെ സ്റ്റെമ്മ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു ടൈപ്പ് ഇതായിരിക്കും സ്റ്റെമ്മായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് സ്റ്റിക്കൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൂം സ്റ്റിക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം, ഈർക്കിലേക്കല്ലേ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ നിങ്ങൾ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് പിന്നെ അതുപോലെ ജൂട്ടിട്ട് റോൾ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതിനിപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സ്റ്റെം തന്നെ വേണം, അപ്പോൾ ഈ ഒരു ഫ്ലവറിന് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എത്രയാണോ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വളഞ്ഞു പോകാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം. പിന്നീട് ഞാനിങ്ങനെ ഒരു പൂവിൻ്റെ ഒരു മൊട്ട് പോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇയർബഡ്സ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ആ ഒരു സ്റ്റെം ഇങ്ങനെ ചെരിച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെയാണ് ഇങ്ങനെ അത് ചെരിച്ചിട്ടാകുമ്പോൾ അത്രക്കൊരു ഭംഗിയില്ല. പിന്നീട് അതിങ്ങനെ പറിക്കുന്ന സമയത്ത് ആ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഇങ്ങനെ കീറി പോകുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു പീസായിട്ട് ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയൊരു ബഡ്സും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സും സ്റ്റെമ്മും ഒക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്നും ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ കളേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ബഡ്സിൻ്റെ ഫ്ലവർ ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ പേൾ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഗ്ലൈസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പേൾ കളർ യൂസ് ചെയ്തിട്ടുള്ളത്.
അടുത്തായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പേൾ റെഡാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ വേറൊരു ബഡ്സിൻ്റെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു പേൾ റെഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഗ്ലൈസിങ് ഉണ്ടെങ്കിലും കൂടി ഒരുപാട് ഇങ്ങനെ റെഡിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത്രക്കൊരു ബ്രൈറ്റ്നസ് ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഏതെങ്കിലും സിൽവർ കളറൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു റെഡും സിൽവർ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ സിൽവർ കളറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പേൾ വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ ഒരു കളർ ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി തന്നെ പോയിട്ട് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ അടുത്ത ഫ്ലവർ ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് യെല്ലോ കളറ് പേൾ കളർ വെച്ചിട്ടാണ്. പിന്നീട് പേൾ പിങ്ക് വെച്ചിട്ട് ഞാൻ ആ ഒരു പൂവിൻ്റെ മൊട്ടൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ ആ ഒരു പേൾ ഗ്രീൻ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റെമ്മിന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കളറൊന്നും അത്രക്കൊരു അട്രാക്ഷൻ തോന്നില്ലായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ മെറ്റാലിക് കോപ്പർ കളർ എടുത്തിട്ട് ഇങ്ങനെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലൊരു അട്രാക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരു ഫെയ്ഡായിട്ട് ഇങ്ങനെ തോന്നുക. അപ്പോൾ പിന്നെ ഞാൻ അവിടെ കുറച്ചിങ്ങനെ കോപ്പർ കളർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മെറ്റാലിക് ഗോൾഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിലുള്ള ആ ഒരു പെയിൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇത് ഡ്രൈ ആവട്ടെ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡിന് 4 ഭാഗത്തായിട്ട് ഇങ്ങനെ ഫ്രെയിം പോലെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ പേപ്പർ ട്യൂബൊക്കെ ഉണ്ടാക്കിയിട്ട് 4 ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നല്ലൊരു ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഇയർബഡ്സ് വെച്ചിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് കുറച്ച് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നന്നായിട്ട് നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും. പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും ചെയ്യും. അപ്പോൾ അങ്ങനെ അത് ഫുള്ളായിട്ട് ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്. ഈ ഒരു വാർണിഷ് ഇങ്ങനെ ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് സിൽവർ കളർ ഗ്ലിറ്റർ പൗഡറും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഗ്ലിറ്റർ എഫക്റ്റ് ഒക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ കാണാൻ. കുറച്ചുകൂടെ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കൂടിയിട്ട് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഏതൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല കറക്റ്റ് ഒരു ഭംഗി നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ എടുത്ത് കാണുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇയർബഡ്സ് വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.